രക്ഷിക്ക്. ഇതാണ് എന്റെ കുടുംബം, എന്റെ സന്തോഷം. ചട്ടമ്പി പാറു ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 7:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. എന്താ മോളെ ഇതൊക്കെ? നീ ഇതുവരെ ഉറങ്ങിയില്ലേ? എന്നെ കൊണ്ട് പറ്റുന്നില്ല അച്ഛാ. മദ്യത്തിന്റെ ഓരോ തുള്ളി കാണുമ്പോഴും അവനെ എനിക്ക് ഓർമ്മ വരുന്ന, അവനെ മാത്രം. ഞാൻ അവനെ ആദ്യം കാണുമ്പോ അവന്റെ കയ്യിലും മദ്യം ഉണ്ടായിരുന്നു. പിന്നെ അവനെ കണ്ടപ്പോഴൊക്കെ അവന് മദ്യത്തിന്റെ മണം ഉണ്ടായിരുന്നു. എനിക്കിന്ന് ഉറങ്ങാൻ പറ്റില്ല അച്ഛാ. ഇനി ഒരിക്കലും ചിലപ്പോ ഞാൻ ഉറങ്ങിന്ന് വരില്ല. മോളെ, സമയം എത്രയെന്നറിയോ? മണി 5 കഴിഞ്ഞു. ഈ നേരം വരെ നീ ഇവിടെ നിന്ന് കുടിക്കുകയായിരുന്നോ? ഇനി ഇത് ശരിയാവില്ല. ആദ്യം നിന്റെ മുറിയിൽ നിന്നും ഈ മദ്യക്കുപ്പികളൊക്കെ എടുത്ത് മാറ്റണം. ഏയ്, അതിൽ തൊട്ടുപോരുത്. ഞാൻ എന്തിനാ ഇതൊക്കെ എന്റെ മുറിയിൽ വാങ്ങി വെച്ചതെന്ന് അറിയോ? ഇതൊക്കെ അവന് ഇഷ്ടപ്പെട്ട ബ്രാൻഡാ. അവന് ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല. ഒന്നിനും അവൻ പുറത്തു പോവാൻ പാടില്ല. അങ്ങനെയൊക്കെയാ ഞാൻ ചിന്തിച്ചത്. ഞങ്ങളുടെ കല്യാണം നടന്നിരുന്നെങ്കിൽ ഈ നേരത്ത് സൂര്യ ഇവിടെ ഉണ്ടാവായിരുന്നില്ല അച്ഛാ. ഞാൻ അവന്റെ കൂടെ ആയിരിക്കേണ്ടതല്ലേ? അല്ലേ അച്ഛാ? മോളെ, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? അവനെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. ഞാനത് അവനോട് തുറന്നു പറഞ്ഞു. അവന്റെ പിന്നാലെ ചെന്നു. ആദ്യം അവൻ പറ്റില്ലെന്ന് പറഞ്ഞു, സത്യം. ഞാൻ ഫോൺ ചെയ്യുമ്പോ എന്ത് സ്വീറ്റായിട്ടാ എന്നോട് സംസാരിച്ചിരുന്നെ. നേരിട്ട് കാണുമ്പോ എത്ര നന്നായിട്ടാ അവൻ പെരുമാറിയിരുന്നെ. എന്റെ ബർത്ത്ഡേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് കേക്ക് കട്ട് ചെയ്തപ്പോ പോലും അവൻ എന്റെ അടുത്ത് നിന്നു, എന്നെ ചേർത്ത് പിടിച്ചു. അച്ഛാ, കല്യാണ മണ്ഡപത്തില് അച്ഛനൊരു അപമാനം നേരിട്ടപ്പോ അവൻ വന്നില്ലേ? അച്ഛന് വേണ്ടി സംസാരിച്ചില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞില്ലേ എന്നോടും എന്റെ കുടുംബത്തോടും സ്നേഹം അവനെന്ന്? ഇതിനിടയില് എപ്പോഴെങ്കിലും അവൻ എന്നോട് പറഞ്ഞുകൂടായിരുന്നു നിന്നെ എനിക്ക് ഇഷ്ടമല്ലെന്ന്? എന്റെ പിന്നാലെ നടക്കണ്ട, നിന്നെ ഞാൻ ചതിക്കുമെന്ന് ഒരു വാക്ക് പറയാൻ പാടില്ലായിരുന്നോ?